പുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുകയാണ് നിധിയുടെ. അന്നേരം ഇതെന്ത് സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ചോദിക്കുമ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങൾ ഇനി നിയമപരമായും ഭാര്യയും ഭർത്താവും ആണ് എന്ന് പറയുമ്പോൾ നിധിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അയ്യോ, നിയമപരമായ ഭാര്യയും ഭർത്താവോ അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്താണോ ഇവിടെ ഇരുന്ന് പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ദേഷ്യം വരുന്നുണ്ട് അവർക്ക്. പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുറേ ദിവസമായി ഞങ്ങളിട്ട് വട്ടം കറക്കുന്നത്, ഇതൊന്നും കുട്ടിക്കളിയല്ല എന്നൊക്കെ പറയുന്നു. അവർ സീരിയസ് ആക്കി കാര്യങ്ങൾ എടുക്കുന്നു. ഇനി നിധിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിക്കാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും സുധീഷ് അയ്യോ സാറേ അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് നിധിയോട് ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുക, ഞാൻ സാറുമാരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുക. നിധി പുറത്തേക്ക് പോയി കഴിയുമ്പം സുധീഷ് പറയുകയാണ്, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമൊക്കെയാണ്, അതുകൊണ്ടല്ലേ എൻ്റെ കൂടെ ഓടിപ്പോകുന്നത്. പക്ഷേ നിയമപരമായി വിവാഹം കഴിച്ച് ജീവിക്കുന്നതിൽ വലിയ താല്പര്യമില്ല, ന്യൂജൻ കുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയും. അന്നേരം പോലീസുകാർ പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ നടക്കത്തില്ല, താൻ പോയി ആ പെൺകുട്ടിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ, എങ്കിലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധി നിധിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അന്നേരം നിധി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം താനൂടെ അറിഞ്ഞുകൊണ്ടാണോ നടത്തിയത് എന്ന്. അന്നേരം സുധി പറയും, താൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, അന്നത്തെ ടെൻഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നോ എവിടെയൊക്കെയാണ് സൈൻ ചെയ്ത് കൊടുത്തതെന്നോ ഞാനും ഓർക്കുന്നില്ല. ഇനിയിപ്പം ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നമ്മുടെ വീട്ടുകാരെ വിളിക്കും, 2 പേരുടെ വീട്ടുകാരെയും വിളിക്കും, പിന്നെ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് നമുക്ക് പോകാം, അതിനുശേഷമുള്ള തീരുമാനം നമ്മുടേതാണല്ലോ എന്ന് പറയുന്നു. അങ്ങനെ സമ്മതിച്ച് നിധി അകത്തേക്ക് വരുന്നു. അന്നേരം CA ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന്. അപ്പം മനസ്സിലായി എന്ന് പറയുവാണ് നിധി. എന്തായാലും ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് അവരുടെ യാത്ര പറഞ്ഞ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് CA പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് നിധിയോട് പറയുവാണേ. എന്തായാലും അവർ ഇവിടുന്ന് പോരുന്നു. വേറൊരു സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിധി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് സുധീഷിനോട്. ആ കങ്കാരുവിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി ഓടിയപ്പം ഇങ്ങനെ ഒരു കുരുക്കി വന്ന് പെട്ടു, ഇത് ശരിക്കും താൻ എന്നെ ചതിച്ചതല്ലേ എന്നുള്ള രീതിയിലാണ് നിധി സംസാരിക്കുന്നത്. അന്നേരം കുറച്ചു നേരമൊക്കെ തട്ടിയും മുട്ടിയും പിടിച്ച് നിൽക്കും സുധീഷ്. അത് കഴിഞ്ഞ് സുധീഷ് അങ്ങോട്ട് പറയുവാണ്, താൻ പറയുന്നത് കേട്ടാൽ തോന്നും തനിക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന്. എൻ്റെ വിവാഹത്തെക്കുറിച്ച് എനിക്കും കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു, തന്നെ സഹായിക്കാൻ വന്നതിൻ്റെ പേരിലാണ് ഇപ്പം ഞാനും താനും ഹസ്ബൻഡും വൈഫും ആയേക്കുന്നത്. ഇനി എനിക്കൊരു വിവാഹം നടക്കണമെങ്കിൽ ഇത് ഡിവോഴ്സ് ആകണം. അങ്ങനെ ഡിവോഴ്സ് ആയാൽ തന്നെ ഇതൊരു സെക്കൻഡ് മാരേജ് അല്ലേ ആകുള്ളൂ. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിലെ 2ാമത്തെ ആളാണ്, എനിക്ക് മൂത്തൊരു ഏട്ടനുണ്ട്. ആ ഏട്ടനെ നിർത്തിക്കൊണ്ട് ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ട് എല്ലാവരും ചോദിക്കും, ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ ഏട്ടൻ വിവാഹം കഴിക്കാത്തത് എന്ന്. അങ്ങനെ എൻ്റെ വീട്ടുകാർക്കും പ്രശ്നമാകും. തനിക്കതൊന്നും പ്രശ്നമല്ല, തൻ്റെ വീട്ടിലെ ഇളയ കുട്ടിയാണ് താൻ, തൻ്റെ ഏട്ടൻ വിവാഹം കഴിച്ചതുമാണ്. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ എനിക്കും ഉണ്ട്, എന്നിട്ട് ഞാൻ തൻ്റെ ഒപ്പം നിൽക്കുമല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സെൻറ്റി ആകുമ്പം നിധി ഓർക്കും, ശരിയാണ് എനിക്ക് മാത്രമല്ലല്ലോ പ്രശ്നങ്ങൾ, എന്നെ സഹായിക്കാൻ വന്നതിൻ്റെ പേരിലല്ലേ സുധീഷിന് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് ഓർത്ത് പോയി സോറി പറയും. എന്നിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ, സോറി ഇട്ടോ എന്ന് പറയും. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, താൻ എന്നെ വിശ്വസിച്ച് വണ്ടിയിൽ കയറി, ഇതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവർ വണ്ടിയിൽ കയറി ഇങ്ങ് പോരുമ്പോൾ സുഭാഷ് വിളിക്കുക. ഫോൺ എടുത്ത് കഴിയുമ്പം എടാ നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പം ഇപ്പം തന്നെ അങ്ങോട്ട് എത്തും എന്ന് പറയുവാണ്. അന്നേരം ഫോൺ മേടിച്ചിട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയമ്മയുടെ പേരെന്താണ് എന്ന്. അന്നേരം ഏട്ടത്തിയമ്മയോ അത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടിയിട്ട് നിധി എന്നിങ്ങനെ പയ്യെ പറയുവാണേ. എന്നിട്ട് എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. അന്നേരവും നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാ പേര് ചോദിച്ചത് എന്ന്. അന്നേരം ചുമ്മാ ചോദിച്ചതായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഈ സമയം ഇവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ തുടങ്ങി, എല്ലാവരും വീട്ടിലോട്ട് വരുന്നുണ്ട്, അവരെല്ലാം സ്വീകരിച്ചിരുത്തുന്നുണ്ട്. അന്നേരം ഹരീഷ് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല കേട്ടോ. അവനോട് ഡ്രസ്സ് മാറാത്ത എന്നാന്ന് സുഭാഷ് ചോദിക്കുമ്പം സുധീഷ് വരട്ടെ എന്നിട്ട് ചെയ്യാം, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ അച്ഛനും ഭയങ്കര സ്റ്റൈലായിട്ട് ഒരുങ്ങി വന്നിട്ട് ഡാൻസൊക്കെ കളിക്കുന്നു, ഭയങ്കര ആഘോഷമാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഭയങ്കരമായിട്ട് സുധീഷ് സുഭാഷിനോട് ദേഷ്യപ്പെടുക, നിങ്ങളുടെയൊക്കെ ഓരോ പൊട്ടത്തരത്തിലേക്ക് എൻ്റെ ജീവിതം വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പം ഹരീഷ് പറയുന്നുണ്ട്, പണ്ട് തൊട്ടേ താനൊരു സ്വാർത്ഥനാണ്, തൻ്റെ സ്വാർത്ഥത മാത്രമേ ഈ വീട്ടിൽ താൻ കാണിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നെങ്കിൽ 2 പേരുടെ എന്നത്തെയും പോലെ തന്നെ വഴക്കാവുന്നു. നീ എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് സുധീഷ് പറയുന്നു. അങ്ങനെ 2 പേരുടെ തല്ലുണ്ടാക്കി സുധീഷ് ഹരീഷിനെ ഇടിക്കാനൊക്കെ തുടങ്ങുവാണ്. ആ ഒരു ഭീകര ദൃശ്യം കണ്ടുകൊണ്ട് അങ്ങോട്ട് നിധി വരുന്നു. നിധി പേടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം സുധീഷിൻ്റെ നല്ല വശം മാത്രമല്ലേ നിധി ഇത്ര നേരം കണ്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പേടിച്ച് നിൽക്കുന്ന നിധിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.